സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള എന്നാൽ ഓരോ സംരംഭകനും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ പൂട്ടേണ്ടി വരുന്നത്? പ്രമുഖ ബിസിനസ് കോച്ചായ രാജീവ് തൽറേജയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡയഗ്നോസ്റ്റിക് അനാലിസിസാണ് നമ്മളിന്നീ എക്സ്പ്ലെയിനറിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ ബിസിനസ് മോഡൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മികച്ചൊരു അവസരം കൂടിയാണിത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എന്താണ് ഈ സ്റ്റാർട്ടപ്പുകളുടെ പരാജയക്കെണി, എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് മോഡൽ, പിന്നെ ഒരു ബിസിനസ്സിനെ തകർക്കുന്ന ആ 6 മാരകമായ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നിവയാണ്. ആദ്യം തന്നെ സ്റ്റാർട്ടപ്പുകളുടെ പരാജയക്കെണി എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ് തുടങ്ങുക എന്നത് ആവേശകരമായ ഒരു കാര്യമാണല്ലേ? എന്നാൽ ആ യാത്രയിൽ പലപ്പോഴും നമ്മൾ കാണാത്ത അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങളൊരു ചെടിയുടെ കാര്യം ആലോചിച്ചു നോക്കൂ. ആവശ്യത്തിന് വളവും വെള്ളവും ഒക്കെ കിട്ടി തഴച്ചു വളരുന്ന ഒരു ചെടി. അതൊരു മികച്ച ബിസിനസ് മോഡലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഉണങ്ങിക്കരിഞ്ഞ ഒരു ചെടിയോ? അതാണ് ശരിയായ അടിസ്ഥാനമില്ലാതെ പരാജയപ്പെട്ടുപോയൊരു ബിസിനസ്. നമ്മൾ എത്ര വെള്ളമൊഴിച്ചിട്ടും കാര്യമില്ല, വേരുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ചെടി വളരില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ഈ ഒരു നമ്പർ നിങ്ങൾ എപ്പോഴും ഓർക്കണം. 90%. അതെ, കേൾക്കുമ്പോൾ സങ്കടം തോന്നാമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. 90% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുകയാണ്. അതിനർത്ഥം ആ സംരംഭകർക്ക് കഴിവില്ലെന്നാണോ? ഒരിക്കലുമല്ല. അവരുടെ ബിസിനസിന്റെ അടിസ്ഥാന മോഡൽ തന്നെ തെറ്റായതുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ ബിസിനസ്സുകളെ കൊല്ലുന്ന ആ 6 മാരകമായ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നതിന് മുൻപ് എന്താണ് ആരോഗ്യകരമായ ഒരു ബിസിനസ് മോഡലിന്റെ ഘടന എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രാജീവ് തൽറേജ വളരെ വ്യക്തമായി പറയുന്നുണ്ട്: ശരിയായ ഉൽപ്പന്നം, ശരിയായ ഉപഭോക്താവ്, പിന്നെ ശരിയായ സാമ്പത്തിക സമവാക്യം. ഇതിന്റെ ഒരു സംയോജനമാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് മോഡൽ. നിങ്ങൾ രാവും പകലും എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതൊന്നും ഇവിടെ വലിയ കാര്യമല്ല. അടിസ്ഥാനപരമായി തകർന്നൊരു മോഡലാണെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം അതിന് ശരിയാക്കിയെടുത്താൻ കഴിയില്ല. ഒരു ബിസിനസ് വിജയകരമാകണമെങ്കിൽ ഈ 3 തൂണുകളും നിർബന്ധമാണ്. ശരിയായ ഉൽപ്പന്നം, അതിന് പണം നൽകാൻ തയ്യാറുള്ള ശരിയായ ഉപഭോക്താവ്, പിന്നെ നിങ്ങൾക്ക് ലാഭം നൽകുന്ന കൃത്യമായ സാമ്പത്തിക സമവാക്യം. ഇതിലേതെങ്കിലും ഒന്ന് ഇളകിയാൽ നിങ്ങളുടെ ബിസിനസ് എന്ന കെട്ടിടം അപ്പാടെ തകർന്നു വീഴുമെന്നത് ഉറപ്പാണ്. ശരി, ഇനി നമുക്ക് ആശയങ്ങളിലെയും വിപണിയിലെയും പാളിച്ചകളിലേക്ക് വരാം. തുടക്കത്തിൽ തന്നെ ബിസിനസ്സുകളുടെ കഥ കഴിക്കുന്ന ആ ആദ്യത്തെ 2 പ്രധാന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ബിസിനസ് അനാവശ്യമായൊരു പ്രശ്നമാണോ പരിഹരിക്കുന്നത്? ഇതാണ് പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം. പലപ്പോഴും സംരംഭകർ അവരുടെ സ്വന്തം ഐഡിയയുമായി വല്ലാതെ പ്രണയത്തിലാകും. ഇതൊരു ഗംഭീരാശയമാണെന്നും ഇതെല്ലാവർക്കും ആവശ്യമുണ്ടെന്നും അവർ സ്വയം വിശ്വസിക്കും. പക്ഷേ വിപണിക്ക് അങ്ങനെയൊരു ആവശ്യമില്ലെങ്കിലോ? ആരും കാശു മുടക്കാൻ തയ്യാറല്ലാത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നത് വളക്കൂറില്ലാത്ത മണ്ണില് വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. അതാണ് സത്യം. നിങ്ങളുടെ സ്വപ്നലോകത്തെ ആശയങ്ങൾക്കൊന്നും ആളുകൾ പണം നൽകില്ല. അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണോ അതിന് പരിഹാരം കിട്ടിയാൽ മാത്രമേ അവർ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാരണം നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിന് വ്യക്തമായൊരു വ്യത്യാസമുണ്ടോ? അതായത് ഒരു കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ മറ്റു ബിസിനസ്സുകളിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നിങ്ങൾക്കില്ലെങ്കിൽ വിശ്വസിച്ചോളൂ, നിങ്ങളൊരു വലിയ കുഴിയിലാണ് വീഴാൻ പോകുന്നത്. വിപണിയിൽ ഇതിനകം തന്നെ സമാനമായ 100 കണക്കിന് ബിസിനസ്സുകളുണ്ടാകുമല്ലോ. അവിടെ നിങ്ങളും വെറുമൊരു സാധാരണ ബിസിനസ് മാത്രമായി മാറിയാൽ എന്താകും അവസ്ഥ? നിങ്ങളുടെ കയ്യിലുള്ള പണവും സമ്പാദ്യവും എല്ലാം എരിഞ്ഞു തീരുന്നതുവരെ നിങ്ങൾ കഷ്ടപ്പെടും. അവസാനം ഗത്യന്തരമില്ലാതെ ബിസിനസ് പൂട്ടേണ്ടിവരും. അതൊരു പക്ക ട്രാപ്പാണ്. ഇനി നമ്മുടെ ഈ അനാലിസിസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് കാഴ്ചപ്പാടിലെയും ഉപഭോക്താക്കളിലെയും പോരായ്മകളിലേക്ക് കടക്കാം. കൃത്യമായൊരു ഫോക്കസ് ഇല്ലായ്മ നിങ്ങളുടെ ബിസിനസിന്റെ സകല സാധ്യതകളെയും എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് നോക്കാം. നിങ്ങൾ വെറുതെ കിട്ടുന്ന അവസരങ്ങൾക്ക് പുറകെ ഓടുകയാണോ? ഇതാണ് മൂന്നാമത്തെ കാരണം. ഒരു ക്ലിയർ വിഷൻ ഇല്ലാത്ത അവസ്ഥ. ബിസിനസ് തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പലരും മുന്നിൽ കാണുന്ന ഏത് അവസരങ്ങൾക്കും പിന്നാലെ പോകും. എങ്ങനെയെങ്കിലും ബിസിനസ് നിലനിർത്തണം എന്ന് മാത്രമാകും അന്നേരം ചിന്ത. പക്ഷേ കൃത്യമായൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ മുന്നിൽ കാണുന്നതിലേക്കെല്ലാം എടുത്തു ചാടുന്നത് വലിയൊരു അബദ്ധമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അടുത്ത മാസം നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നേക്കാം. എന്നാൽ ഭാവിയിൽ വളരാൻ കഴിയാത്ത വെറുമൊരു സർവൈവൽ മോഡിൽ മാത്രം ഓടുന്ന ഒരു മോശം ബിസിനസ്സായി അത് മാറും.
ഇനി 4ാമത്തെ കാരണം. ഇതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്ന് പറയുന്ന സംരംഭകരുണ്ട്. തൽരേജയുടെ അഭിപ്രായത്തിൽ ഒരു സംരംഭകന് പറയാൻ പറ്റുന്ന ഏറ്റവും മോശം ഉത്തരം അതാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിർണായകമായ ഒരു കാര്യമുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഉപഭോക്താവാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ വാസ്തവത്തിൽ ആരും നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെന്നില്ല. ആർക്കാണോ അത് കൃത്യമായി ആവശ്യമുള്ളത് അവരെ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ സെയിൽസ് എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഡയഗ്നോസിസിന്റെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എക്സിക്യൂഷൻ ട്രാപ്പ്. ഒരു ഫൗണ്ടറുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. 5ാമത്തെ കാരണം ഇതാണ്. കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള കേപ്പബിലിറ്റി അഥവാ കഴിവ് നിങ്ങൾക്കുണ്ടോ? ഒരു കസ്റ്റമർക്ക് മികച്ചൊരു ഉൽപ്പന്നമോ സേവനമോ കൊടുക്കണമെങ്കിൽ ബിസിനസ്സിന് കൃത്യമായ ചില ഡൊമെയ്ൻ കഴിവുകൾ ആവശ്യമാണ്. അവിടെയാണ് പലർക്കും അടിതെറ്റുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? ആത്മാർത്ഥതയും കഴിവും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോട് 100% ആത്മാർത്ഥതയുണ്ടാകാം. പക്ഷേ ഉപഭോക്താവിന് വേണ്ട മികച്ച അനുഭവം നൽകാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ആ ആത്മാർത്ഥത കൊണ്ട് എന്താണ് പ്രയോജനം? നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടെന്നത് സത്യം തന്നെ. പക്ഷേ അത് മാത്രം വെച്ച് ഒരു കസ്റ്റമറെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇനി 6ാമത്തെയും ഇതിലെ ഏറ്റവും ഭയാനകവുമായ കെണി ഇതാണ്. നിങ്ങളൊരു സൂപ്പർ ഹീറോയെ പോലെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയാണോ? മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ് അങ്ങനെ ബിസിനസ്സിലെ A to Z കാര്യങ്ങളും ഫൗണ്ടർ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ ട്രാപ്പ്. ഇതൊരു വലിയ തകർച്ചയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയുണ്ടാകില്ല. അസ്ഥിരമായ പ്രവർത്തനങ്ങൾ അസ്ഥിരമായ വരുമാനത്തിലേക്ക് നയിക്കും. അങ്ങനെ വരുമാനമില്ലാതാകുമ്പോൾ ബിസിനസ്സിന്റെ ബാലൻസ് തെറ്റും. ഒടുവിൽ അത് ബിസിനസ്സിന്റെ പൂർണ്ണമായ തകർച്ചയിൽ തന്നെ അവസാനിക്കും. നോക്കൂ, ഇതൊരു വലിയ ഡോമിനോ എഫക്റ്റാണ്. അപ്പോ ഇന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ആ 6 അസുഖങ്ങളെ നമുക്കൊന്ന് ചുരുക്കി പറയാം. അനാവശ്യമായ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക, സ്വന്തമായി ഒരു ഡിഫറൻഷിയേറ്റർ ഇല്ലാതിരിക്കുക, കാഴ്ചപ്പാടില്ലായ്മ, എല്ലാവരെയും കസ്റ്റമറാക്കാൻ നോക്കുക, കഴിവുകളുടെ കുറവ്, പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ശ്രമം അഥവാ അസ്ഥിരമായ പ്രവർത്തനം. ഓർക്കുക, ഒരു ആരോഗ്യകരമായ ബിസിനസ്സിന് എപ്പോഴും കൃത്യവും സുസ്ഥിരവുമായ സിസ്റ്റം ആവശ്യമാണ്. അവസാനമായി ഈ എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ 6 കെണികളിൽ ഏതിലാണ് നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്? വരാനിരിക്കുന്ന ഒരു വലിയ പരാജയം ഒഴിവാക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് മോഡൽ ഒന്ന് സത്യസന്ധമായി ഓഡിറ്റ് ചെയ്തു നോക്കൂ. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും.